നിങ്ങളെ സൂറത്തു യാസീനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 54 ആയത്ത് വരെ നമ്മൾ വിശദീകരിച്ചു. 55-ാമത്തെ ആയത്ത് മുതൽ 64-ാം ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജന്മം ഇല്ല എന്ന് വാദിക്കുന്ന കാഫിരീങ്ങൾക്ക് തെളിവ് പറയുകയും അവരുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്ന രംഗങ്ങളും അത് കഴിഞ്ഞാൽ അവിടെയുണ്ടാകുന്ന അനുഭവങ്ങളും സൂചിപ്പിക്കുന്ന ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ള ഭാഗത്ത് അല്ലാഹു തആല പറയുന്നത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള അഹ്ലുകാരുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ സന്തോഷങ്ങളെ സൂചിപ്പിക്കുകയും നരകത്തിലേക്ക് പോകാനുള്ള ആളുകളുടെ ഭയാനകരമായ അവസ്ഥയെ ഓർമ്മപ്പെടുത്തുകയുമാണ് ഇനി വരാനുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത്. സ്വർഗം നരകം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയണം. ഈ അടുത്തൊരാൾ പറയുന്നത് ഞാൻ കേട്ടു, കുറെ ഇങ്ങനെ സ്വർഗവും നരകവും ഈ മുസ്ലിയാക്കന്മാരിങ്ങനെ കുറെ സ്വർഗം പറയും, കുറെ നരകം പറഞ്ഞ് പേടിപ്പിക്കും, കുറെ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയും. അതുകൊണ്ട് എന്തുട്ട കാര്യം ഒരാൾ പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹം ആ പറഞ്ഞ വാദം ഒരു യുക്തിവാദത്തിന്റെ മോഡലാണ്. വിശുദ്ധ ഖുർആനിന്റെ ശൈലിക്കെതിരാണ് ആ പറഞ്ഞത്. ഖുർആനിൽ ആകത്തുക ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, സ്വർഗവും നരകവും ഒരുപാട് ചരിത്രങ്ങളും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ തന്നെ ഒരു സൂറത്ത്. ഇങ്ങനെ ഓരോ നബിമാരുടെ ചരിത്രങ്ങൾ പറയുന്നു, സംഭവങ്ങൾ പറയുന്നു. ഇതൊക്കെ ഖുർആന് 30 ജുസാണ് തീർക്കാൻ വേണ്ടി എഴുതി തീർത്തതോ പറഞ്ഞു തീർത്തതോ അല്ല. ഈ വരുന്ന ഉമ്മത്തിന് ഇതിൽ നിന്നും ഒരുപാട് പാഠങ്ങളുണ്ട്. പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെയാണ് ഖുർആൻ അത് പറഞ്ഞത്. ഖുർആനിലൊരു ഹറഫ് പോലും ഇന്നത്തെ ഈ ഉമ്മത്തിന് ഉപകാരപ്പെടാതെ പോകുന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഖുർആനാണെങ്കിലും ആ കാലഘട്ടത്തിലുള്ള ആളുകളോട് സമ്മതിച്ച ഖുർആനാണെങ്കിലും ആ ഖുർആനിന്റെ ഒരക്ഷരം പോലും ഈ കാലത്ത് ഉപകാരപ്പെടാതെ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വർഗവും നരകവും പറയണം, കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ പറയണം. എന്തിനാണത്? സ്വർഗം മനുഷ്യന് നാളെ ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ അധ്വാനം. അവിടെ ഒരു നരകമുണ്ട്, ആ നരകത്തെ ഭയന്നുകൊണ്ടാണ് ഇവിടുത്തെ സൂക്ഷ്മതകളും ക്ഷമയും. നാളെ ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇടയ്ക്കിടെ സ്വർഗവും നരകവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഖുർആനിൽ തന്നെ പല സൂറത്തുകളിലും, നമ്മൾ കഴിഞ്ഞുപോയ പല സൂറത്തുകളിലും സ്വർഗത്തെയും നരകത്തെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും സൂറത്ത് യാസീനിന്റെ ഒരു ഭാഗം തന്നെ വരികയാണ്. 55-ാമത്തെ ആയത്ത് മുതൽ 64-ാമത്തെ ആയത്ത് വരെ സ്വർഗവും നരകവും പറയും. ഇതിന്റെ മുമ്പ് ഖുർആനിൽ സ്വർഗവും നരകവും പറയാത്തത് കൊണ്ടല്ല, വീണ്ടും ഖുർആനിന്റെ ഹൃദയഭാഗം എന്ന് സൂചിപ്പിച്ച സൂറത്ത് യാസീനിൽ സ്വർഗവും നരകവും പറഞ്ഞത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് സ്വർഗവും നരകവും. ചരിത്രങ്ങളിൽ നിന്ന് പാഠമുണ്ട്. ചരിത്രങ്ങൾ പറഞ്ഞ് സമയം തീർക്കാനോ അല്ലെങ്കിൽ പേജുകൾ തീർത്തു കളയാനോ വേണ്ടിയല്ല ചരിത്രം പറഞ്ഞത്. ആ ചരിത്രങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. ചരിത്രം പറയുമ്പോൾ അവർക്ക് വന്നുപോയ അപാകതകൾ എന്ത്, അവർ ചെയ്ത നന്മകൾ എന്ത്, അവർക്ക് പരാജയപ്പെടാനുള്ള കാരണമെന്ത്, അവർ വിജയിക്കാനുള്ള കാരണമെന്ത് എന്ന് ഓരോ ചരിത്രത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാവിൽ നിന്ന് അങ്ങനത്തെ വാക്കുകൾ വരാൻ പാടില്ല. സ്വർഗം എന്തിന്, നരകം എന്തിന്, അതെന്തിനാണ്, ഈ ലോകം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ ആ വാക്ക് വരുള്ളൂ.
ഇവിടെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരെ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്ന് അവൻ വിചാരിച്ചിരിക്കണം. അതുകൊണ്ട് അവന്റെ നാവിൽ നിന്ന് അങ്ങനെ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ വീണ്ടും സ്വർഗത്തെ കുറിച്ച് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സുഹാബൽ ജന്ന, സ്വർഗത്തിന്റെ അഹ്ലകാരെ കുറിച്ച് പറയുന്നു. ഇന്ന സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളുകൾ, ആ ആളുകൾ അന്നേത്തെ ദിവസം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അവര് സുഖിക്കുന്നവരാണ്. അവരന്ന് ഒരുപാട് ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. മാറി മാറി അവരൊരിക്കലും ജോലി ചെയ്തതുകൊണ്ട് ക്ഷീണിക്കുന്നില്ല, തഅബാനാകുന്നില്ല. സ്വർഗത്തിലെ ജോലി എന്ന് പറഞ്ഞാൽ അവർ തിരക്കിലാണ്. സുഖിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കർമ്മങ്ങൾ അവർക്കുണ്ട്. അവരാ സുഖിക്കുന്ന തിരക്കിലാണ് സ്വർഗത്തിന്റെ അഹ്ലികാർ. ഈ ആയത്തിനെ വിശദീകരിച്ച് ഒരുപാട് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. എന്താണ് സ്വർഗത്തിലെ തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗത്തിലെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് സുഖിക്കുന്ന തിരക്കിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗത്തിലെ ജോലികൾ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെയല്ല, വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. വ്യത്യസ്തതയിൽ വെറൈറ്റി ഉണ്ട്, വെറൈറ്റികളിൽ പുതുമയുണ്ട്. ഡേ ടു ബി ഡിഫറന്റ് എന്നാ പറഞ്ഞു. എപ്പോഴും വെറൈറ്റി വേണം, പുതുമ വേണം. വ്യത്യസ്തങ്ങളിൽ എല്ലാവർക്കും ആകർഷണീയതയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്ന സ്വർഗത്തിൽ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. കാരണം എന്താ? വ്യത്യസ്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനോടുള്ള താല്പര്യം അറ്റുപോവുകയില്ല. ഒരാൾ എല്ലാ ദിവസവും ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മടുപ്പ് വരും, അല്ലെ? എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനോടൊരു മടുപ്പ് വരും. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. ഒരു ദിവസം ചെയ്ത കാര്യത്തിന്റെ പോലെയല്ല അടുത്ത ദിവസം വരുന്നത്. ഇപ്പൊ കഴിച്ച ഭക്ഷണത്തിന്റെ ടേസ്റ്റിൽ അപ്പുറത്ത് വരുന്നത്. അങ്ങനെ മാറി 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 വരും. വ്യത്യസ്തങ്ങളാണെല്ലാം. അതുകൊണ്ട് പുതുമയുണ്ട്. അതുകൊണ്ട് അവർക്ക് മടുപ്പ് വരുന്നില്ല. അവർക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളിലും അവർ സുഖിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗം ആഘോഷിക്കാനും ആർമാദിക്കാനുമുള്ളതാണ്. എല്ലാവർക്കും സന്തോഷം. ഇവിടെ മഹാന്മാരായ ഇമാമിങ്ങൾ ഒരു ചർച്ച വെക്കുന്നുണ്ട്. സ്വർഗത്തിൽ എല്ലാവരും പോകൂലല്ലോ. ചിലപ്പോ ബാപ്പ സ്വർഗത്തിലായിരിക്കും, മകൻ നരകത്തിലാകും. ഭർത്താവ് സ്വർഗത്തിലാവും, ഭാര്യ നരകത്തിലാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ മഹാന്മാരായ മുഫസ്സിരീങ്ങളോട് ഒരു ചർച്ചയുണ്ട്. അവിടെ അങ്ങനെ വന്നാൽ ഒരാളുടെ ഉമ്മ സ്വർഗത്തിലാണ്, മകൻ നരകത്തിലാണ് എന്ന് വരുമ്പോ ആ ഉമ്മക്ക് സ്വർഗത്ത് കിടക്കുമ്പോ ഒരു സുഖം ഉണ്ടാവൂലല്ലോ. എങ്ങനെയപ്പോ അവിടെ ആ സ്വർഗത്തിൽ ഒരു സുഖം ഉണ്ടാവുക? സ്വർഗത്തിൽ ടെൻഷൻ ഇല്ല, ദുഃഖമില്ല എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വന്നാൽ വരാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് ആ മനുഷ്യന്, ആ ഉമ്മാക്ക്, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പുതുമയുള്ള ഭക്ഷണം കിട്ടിയാൽ വരെ ആ മകൻ എത്തുന്നത് വരെ എടുത്തു ഒരു ഉമ്മ. അങ്ങനെയുള്ള ഒരു ഉമ്മ സ്വർഗത്തിൽ കടക്കുമ്പോ മകൻ നരകത്തിൽ കടന്നാൽ ആ ഉമ്മാന്റെ സ്വർഗത്ര സുഖം ഉണ്ടാവില്ലല്ലോ എന്നൊരു ചോദ്യം. അവിടെ മഹാന്മാര് പറഞ്ഞു, അങ്ങനെ നരകത്തിൽ കിടക്കേണ്ട മകനാണെങ്കിൽ ആ ഉമ്മാക്ക് അതങ്ങ്, ആ മകനെ അങ്ങ് മറപ്പിച്ചു കൊടുക്കുമല്ല എന്നാ പറഞ്ഞു. എന്നാൽ ഉമ്മാന്റെ സുഖത്തിന് കുറവുണ്ടാകൂല. അത് ഉമ്മ എന്ന ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭർത്താവും ഭാര്യയുമാണ്, ജ്യേഷ്ഠനും അനുജനുമാണ്. ഇങ്ങനെ ആരാണെങ്കിലും സ്വർഗത്തിന്റെ അവകാശികൾ, അവര് സ്വർഗത്തിൽ സന്തോഷം കെടുത്താൻ ഒരു വകയും അവിടെയില്ല. എന്റെ കുടുംബത്തിൽ ഒരാള് നരകത്തിലായി എന്നതിന്റെ പേരിൽ ടെൻഷൻ അടിക്കാനുള്ള ഓർമ്മ അങ്ങ് ഇല്ലാതെ ആക്കി കളയും. ഇനി സ്വർഗത്തിൽ തന്നെയാണ്, ബാപ്പയും ഉമ്മയും സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷെ വ്യത്യസ്തങ്ങളായ തട്ടുകളാണല്ലോ, കാറ്റഗറികളാണല്ലോ സ്വർഗത്തിൽ. നല്ല കൂടുതൽ അമൽ ചെയ്ത ആളുകൾ അവര് വലിയ ഉയർന്ന പോസ്റ്റിലാണ്, VIP പോസ്റ്റിൽ. എന്നാൽ തട്ടിമുട്ടിയൊക്കെ നമ്മൾ കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഭാഗങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അസാബിഖൂനുൽ അവ്വലൂൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു.
അപ്പോ അങ്ങനെ സ്വർഗത്തിലേക്ക് വലിയ അമലുകൾ ചെയ്തവർ ഉയർന്ന പോസ്റ്റിൽ, അല്ലാത്തവർ താഴെയുണ്ട്, സ്വർഗത്തിലാണ്, അവർ തട്ടിമുട്ടിയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിയവരാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഭർത്താവ് ഉയർന്ന പോസ്റ്റിലും ഭാര്യ താഴെ പോസ്റ്റിലുമാകുമ്പോ എന്റെ തട്ടിലേക്ക് ഭാര്യയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു സുഖമില്ലല്ലോ എന്ന ചോദ്യം വന്നപ്പോൾ മഹാന്മാര് മുഫസ്സിരീങ്ങൾ അതിന് മറുപടി പറയുന്നുണ്ട്. അള്ളാഹുവിനോട് പറയുമത്രേ, പഠിച്ചവനെ, എന്റെ ഭാര്യ സ്വർഗത്തിൽ താഴെ തട്ടിലാണുള്ളത്, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ അനുഭൂതി അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യയെ വേണമല്ലോ, എന്റെ മകൻ താഴെയാണ്, മകൻ വേണമല്ലോ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോ പടച്ച റബ്ബ് പറയും, ഏതായാലും നീ ഉയർന്ന പോസ്റ്റിലാണ്, നിന്നെ താഴെ തട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കുക എന്ന് പറഞ്ഞാൽ അത് നിന്നോട് ചെയ്യുന്ന അനീതിയാണ്. കാരണം നീ ദുനിയാവിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അമലുകളെ കൊണ്ട് നിനക്ക് നേടിയെടുത്ത വലിയ പോസ്റ്റാണ് ഈ സ്വർഗത്തിൽ ഉയർന്ന പോസ്റ്റ്. അത് നിന്റെ ഒരു ഭാര്യയ്ക്ക് വേണ്ടി നിന്നെ അങ്ങ് താഴെ കൊണ്ടുപോയിട്ടാൽ ഞാൻ നിന്നോട് അനീതി ചെയ്തവനാണ്. അപ്പൊ അതുകൊണ്ട് നിന്റെ ഭാര്യ അമലുകൾ കുറഞ്ഞത് കൊണ്ട് നീ താഴെയാണ്, നിന്റെ ഭാര്യ താഴെയാണ്. പക്ഷെ ആ ഭാര്യയെ ഞാൻ മുകളിലെ തട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്നോട് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് നിന്റെ ഭാര്യയെ ഞാൻ മുകളിലേക്ക് എത്തിച്ചു തരാം. ഇങ്ങനെ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു കൊടുക്കുന്നു മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. അപ്പൊ എങ്ങനെ നോക്കിയാലും സ്വർഗത്തിന്റെ അവകാശികൾ അവർ സന്തോഷിക്കുന്ന ആളുകളാണ്. നോക്കൂ നിങ്ങൾ, കുടുംബങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അങ്ങനെ നിൽക്കുമെന്ന് സൂറത്തുർ റഅദിന്റെ 23-ാമത്തെ ആയത്ത് 22, 23 ആയത്തുകളിൽ അല്ലാഹ് പറയുന്നുണ്ട്, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. സ്വർഗീയ ലോകത്തേക്ക് അവന്റെ ബാപ്പമാര്, ഭാര്യമാര്, മക്കള് എല്ലാവരും സ്വാലിഹീങ്ങളിൽ നിന്ന് കടന്നു വരും. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. മലക്കുകൾ ആ കുടുംബത്തെ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി എല്ലാ കവാടങ്ങളിലൂടെയും കടന്നു വരും. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. അവരോട് അഭിവാദ്യങ്ങൾ അറിയിക്കും മലക്കുകൾ. എന്തിനാണ് അവർ ക്ഷമിച്ചു ദുനിയാവിൽ ജീവിച്ചിട്ട് നേടിയെടുത്ത സമ്മാനമാണ് സ്വർഗം. ആ സ്വർഗത്തിലുള്ള ഫാമിലിയുടെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് അഭിവാദ്യം അർപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഖുർആൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ കുടുംബങ്ങൾ ഒന്നിക്കും. എല്ലാവരും സൽക്കർമ്മം ചെയ്തവരാണെങ്കിൽ എല്ലാ കുടുംബങ്ങളും, വാപ്പയും മക്കളും ഭാര്യമാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും സ്വർഗത്തിന്റെ അവകാശികൾ സന്തോഷവാന്മാരാണ്. ഇനി നോക്കൂ നിങ്ങൾ, മാത്രമല്ല സ്വർഗത്തിലെ സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം കണ്ടതല്ല പിന്നെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, വീട്ടിൽ നിന്ന് ഭർത്താവ് സ്വർഗത്തിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. ആ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ക്ഷീണിച്ച ഒരു മുഖമല്ല കാണുന്നത്, ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് ആഗ്രഹം തോന്നുന്ന മുഖമാണ് കാണുന്നത്. ഭാര്യയെ അദ്ദേഹം വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ പുതിയ പെണ്ണ് വന്നതുപോലെയാണ് ഭാര്യയെ കാണുന്നത്. ഇങ്ങനെ ഒരാളുടെ മുഖത്തും മാറ്റം വരുന്നില്ല, എല്ലാവരും സന്തോഷത്തിലാണ്. മഹാനായ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, قال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന അഹ്ലൽ ജന്നത്തി കുല്ലമാ ജാമഉ നിസാഹും ഉദ്ന അബ്കാറാ. സ്വർഗത്തിലെ ഭർത്താക്കന്മാര് ഭാര്യമാരടുക്കലേക്ക് ചെല്ലുമ്പോ അവരെന്നും പുതിയ പെണ്ണുങ്ങളെ പോലെയാണ്. കുല്ലമാ അതാഹാ വജദഹാ ബിക്റൻ. ചെല്ലുമ്പോഴെല്ലാം അവര് പുതിയ പെണ്ണുങ്ങളായിട്ടാണ് ചമഞ്ഞിരിക്കുന്നത്. വകുല്ലമാ റജഅ ഇലൈഹാ ആദത ഇലൈഹി ശഹവതുഹു. അവരതാ എത്ര പ്രാവശ്യം ആവർത്തിച്ച് ഭാര്യയെ സമീപിച്ചാലും അവരെ വികാരത്തിനൊരു കുറവും വരുന്നില്ല. ഫയുജാമിഉഹാ ബിഖുവതി 70 റജുലാ. 70 പുരുഷന്മാരുടെ ഊർജത്തോടെയാണ് എത്ര പ്രാവശ്യമാണെങ്കിലും പുരുഷൻ ചെല്ലുന്നത് എന്ന് പറഞ്ഞത് എന്തിനാ? ഇന്ന സുഹാബൽ ജന്നത്ത്, സ്വർഗത്തിന്റെ അഹ്ലുകാർ
അവരെന്താണ്? ഇന്ന സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. അവർക്ക് എപ്പോഴും സ്വർഗ്ഗത്തിൽ വലിയ സുഹൃതങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാർക്ക് നൽകുന്ന വലിയ പോസ്റ്റാണത്, വലിയ സുഹൃതമാണത്. രണ്ടാമത് നിങ്ങൾ നോക്കൂ, അല്ലാഹു പറയുന്നു ഹുമ്മ അസ്വാജുഹും, ആ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരും അവരുടെ ഇണകളും, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, അവരെല്ലാവരും ഫീ ളിലാലിൻ, അവര് നല്ല തണലിലാണുള്ളത്. അലൽ അറായികി മുത്തഖിയൂൻ, അവര് ചാരുകസേരയിൽ ഇരിക്കുന്നത് പോലെ ആവേശത്തോടെ ആഘോഷത്തോടെ ഇണകളെല്ലാം, ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ആ സ്വർഗത്തിൽ ഉല്ലസിക്കുകയാണ്. ഹും വഅസ്വാജുഹും എന്ന് പറഞ്ഞെന്തിനാ അല്ലേ? സ്വർഗത്തിന്റെ അയലുകാരെല്ലാരും എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവരവരുടെ ഇണകൾ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ, അവര് കൂടെ ഉണ്ടാവുക എന്നുള്ളത് വലിയ ഒരു സന്തോഷാണ്, എപ്പോഴും ഒരു സമാധാനമാണ്. ഭാര്യമാര് കൂടെ, നല്ല ഭാര്യമാരാണ് കേട്ടോ, അല്ലെങ്കിൽ തുരക്കടായിരിക്കും. നല്ല ഭാര്യമാര് കൂടെ ഉണ്ടായാൽ നോക്കൂ നിങ്ങൾ, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യം മനുഷ്യനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് സൃഷ്ടിക്കാനാണല്ലോ തീരുമാനിച്ചത്. സ്വർഗത്തിൽ കൊണ്ടുപോയി, സ്വർഗമുണ്ട്, ഈ അനുഭൂതികൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് അധ്വാനിക്കണം എന്നൊരു പാഠം കൂടെയുണ്ട്. ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോയി ആക്കിയപ്പോ അള്ളാഹുവിന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാത്രം കൊണ്ടുപോയാക്കിയാൽ മതിയായിരുന്നു, ഏകദേശം ബാക്കിയൊക്കെ പറഞ്ഞു കൊടുത്തോളല്ലോ. എന്തിനാണ് ഹവ്വാ ഉമ്മ ബിവി ഭാര്യയെയും കൊണ്ടുപോയി ആക്കിയത്? എവിടെ നിൽക്കുമ്പോഴും ഒരു സമാധാനം. അതാണ് ഖുർആൻ പറഞ്ഞത്, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്നഹ, യാ ആദമു, ഓ ആദം നബിയെ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സ്വർഗത്തിൽ സമാധാനത്തോടെ കഴിയാനാണ്. ഭാര്യ സഖീന, ഭാര്യ സമാധാനത്തോടെ താമസിക്കാൻ ഭാര്യ ഉണ്ടാകണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെയും അങ്ങനെ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞില്ലേ, സ്വർഗത്തിൽ ഹും വഅസ്വാജുഹും, അവരുടെ ഇണകളുണ്ട് കൂടെ. ഇണകൾ വേണം, ഇണകളില്ലാതെ ഒറ്റപ്പെട്ടു പോയാൽ അതൊരു മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ആ ഇണകളോടൊന്നിച്ച് സ്വർഗീയ ലോകത്ത് അവര് തണലിൽ കാറ്റുകൊണ്ട് ചാരുകസേരകളിൽ, കട്ടിലുകളിൽ ഇരുന്ന് ഉല്ലസിക്കുകയാണ്. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ, അവർക്ക് ഒരുപാട് പഴങ്ങളുണ്ട്. അവര് ആഗ്രഹിക്കുന്ന പഴങ്ങളെ അവർക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പഴങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പഴങ്ങളെ പേരെല്ലാം കൂടെ എന്തേ ഖുർആനിൽ പറയുന്നത്? അപ്പൊ പിന്നെ 30 ജുസ് മതിയാകൂല, ഇത് പറഞ്ഞ് ഷോർട്ടാക്കി പറയണല്ലോ. അപ്പൊ ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുന്നുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, ഒരു മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന അഭിവാദ്യം വരികയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അല്ലാഹു തആല വന്ന് അഭിവാദ്യം അറിയിക്കുകയാണ്. അല്ലാഹു തആല വന്ന് അതേ സ്വർഗത്തിന്റെ അവകാശികളോട് അഭിവാദ്യം അറിയിക്കുകയാണ്. മഹാനായ ഇമാം സ്വാവി അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, ബൈനമാ അഹ്ലുൽ ജന്നത്തി ഫീ നഈം, അല്ലാഹുവിന്റെ ഇത് സതഅലഹും നൂറുൻ, അല്ലാഹുവിന്റെ നൂറ് സ്വർഗാവകാശികളുടെ മുകളിൽ വരികയാണ്. അങ്ങനെ വരുമ്പോൾ, അവിടുത്തെ പ്രകാശം വരുമ്പോൾ, ഫറഫഉ റൂസഹും, അവരുടെ തലകളെ അവർ ഉയർത്തി നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഫൈദാ റബ്ബുൻ അസ്സ വജല്ല ഖദ് അശ്റഫ അലൈഹിം മിൻ ഫൗഖിഹിം, അവരുടെ മുകളിൽ അല്ലാഹു തആല വന്ന് നോക്കുന്നുണ്ട്. എന്നിട്ടോ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അല്ലാഹനെ കാണുമെന്ന് പറയുന്നുണ്ടല്ലോ. അല്ലാഹ് വന്നിട്ട് സ്വർഗത്തിന്റെ അഹ്ലുകാരെ എന്ന് വിളിച്ചിട്ട് സലാം പറയുകയാണ്. അങ്ങനെ പറയുന്നതിന് അതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ഫയൻളുറു ഇലൈഹിം വയൻളുറൂന ഇലൈഹി. ആ
അള്ളാഹുവിന്റെ സംഭാഷണത്തിൽ അള്ളാഹുവിനെ അവർ കാണുന്നുണ്ട്, അള്ളാഹ് അവരെയും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ അള്ളാഹു തആല കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല. അവിടെ നിന്ന് അങ്ങനെയല്ല, ഫയൻദുറു ഇലൈഹിം വയൻദുറൂന ഇലൈഹി, അള്ളാഹു അവരിലേക്കും നോക്കുന്നുണ്ട്, അവരല്ലാഹുവിലേക്കും നോക്കുന്നുണ്ട്. ഫലാ യൽതഫിതൂന ഇലാ ശൈഇൻ മിൻ നഈമിൻ മാദാമൂ യൻദുറൂന ഇലൈഹി ഹത്താ യഹ്തജിബു അൻഹും ഫബഖാ നൂറുഹു വബറകതുഹു അലൈഹിം ഫീ ദിയാരിഹിം. അല്ലാഹുവിനെ അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം ജമീലാണ്, ജമാലാണ് മുമ്പിൽ വന്നു നിൽക്കുന്നത്, സൗന്ദര്യത്തിന്റെ ഉടമയാണ് മുമ്പിലുള്ളത്. ഫലാ യൽതഫിതൂന ഇലാ ശൈഇൻ മിൻ നഈമിൻ മാദാമ യൻദുറൂന ഇലൈഹി, അല്ലാഹ് അവരിലേക്ക് നോക്കുന്ന സമയം മുഴുവൻ അവർ അല്ലാഹുവിൽ നിന്ന് തലതിരിച്ചു കളയുന്നില്ല. ഹത്താ യഹ്തജിബു അൻഹും, അവരിൽ നിന്നുള്ള മറയിട്ട് കളയുന്നത് വരെ, അല്ലാഹു അങ്ങ് മാറുന്നത് വരെ ഒരാളും തന്നെ ഇമവെട്ടാതെ നോക്കി നിൽക്കുകയാണ്. ഫയബ്ഖാ നൂറുഹു വബറകതുഹു അലൈഹിം ഫീ ദിയാരിഹിം, അല്ലാഹുവിന്റെ ആ വന്നുപോയ പ്രകാശം അവരിലും അവരുടെ വീടുകളിലും ആ പ്രകാശം ബാക്കിയാകുമെന്ന് മഹാന്മാർ. അള്ളാഹനെ കാണുക എന്നുള്ള ആഗ്രഹമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിൽ. ഒരാളൊരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ജല്ല ജലാലായ റബ്ബിനെയാണ്. ആ റബ്ബിനെ കാണുക എന്ന ആഗ്രഹം എല്ലാവരുടെ ഖൽബിലുമുണ്ട്. ആ ഖൽബിലെ ആഗ്രഹം അല്ലാഹു തആല പൂവണിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു വന്നിട്ട് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, അവരുടെയുള്ള മുസ്ലിമീങ്ങളോട്, സ്വർഗാവകാശികളോട് സലാം പറയുന്നു. ഇതേ വിഷയം ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ്, അല്ലാഹു തആല അവരുടെ തലമുകളിൽ വരുന്നു. അല്ലാഹുവിനെ കാണുമ്പോ അവർ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്നു. അല്ലാഹ് പറയുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരെ സലാം. അല്ലാഹു അവരോട് സലാം പറയാണ്. ആ ഒരു ആശയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സ്വർഗത്തിന്റെ അവകാശികൾക്ക് അള്ളാഹുവിന്റെ അഭിവാദ്യം വരുന്നു. ആ അഭിവാദ്യം മാത്രമല്ല, അവർ അള്ളാഹനെ കാണുകയാണ്, നേരിട്ട് അള്ളാഹുവിനെ കാണുകയാണ്. അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാണണം എന്ന് ചോദിച്ചു. കാണണം എന്ന് പറഞ്ഞു. പ്രകാശേ കണ്ടുള്ളൂ, പ്രകാശേ കണ്ടിട്ടുള്ളൂ. എന്നാൽ നോക്കൂ നിങ്ങൾ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കണ്ടു. ഒരു പ്രാവശ്യം പോയി കണ്ടു എന്നല്ല, നിസ്കാരത്തിന്റെ വക്തുകളുടെ എണ്ണം ചുരുക്കാൻ വേണ്ടി വീണ്ടും 9 തവണ പോയി കണ്ടു. ആ പോകുന്ന ആളെ പോയി വരുമ്പോ, തിരിച്ചു വരുമ്പോ പ്രവാചകൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കാണ്, ഇത് നിങ്ങളെ ഉമ്മത്തിന് പറ്റൂല, നിങ്ങളെ ഉമ്മത്ത് ഏറ്റെടുക്കൂല. അപ്പോൾ അള്ളാഹുവിനെ കണ്ട നബിയെ കണ്ട് ആസ്വദിക്കുകയാണ് 9 പ്രാവശ്യം വഴിയിൽ നിന്നുള്ള പ്രവാചകൻ. കാണാൻ കഴിഞ്ഞില്ല, എനിക്ക് പ്രകാശമേ കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഞാൻ കണ്ടവരെ കാണട്ടെ. കണ്ടവരെ കണ്ടു, വീണ്ടും കാണാൻ വിട്ടു. കണ്ടുവരുമ്പോൾ വീണ്ടും കണ്ടു, വീണ്ടും കാണാൻ വിട്ടു. 9 പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കണ്ടവരെ കണ്ടെന്ന് ആസ്വദിക്കട്ടെ. അങ്ങനെ നബിമാർ ആഗ്രഹിച്ച അള്ളാഹുവിനോടുള്ള കാഴ്ച, അതാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു തആല അവിടെ സ്വർഗത്തിനെ പറ്റിയുള്ള വർത്താനം അവിടെ അവസാനിപ്പിച്ചു. ഈ ഗ്യാപ്പിൽ സ്വർഗത്തിലേക്കുള്ള അഹലുകാർക്ക് അവരെല്ലാവരെയും സ്വർഗത്തിലേക്ക് ആക്കുന്ന സമയത്ത് ചുളിവിൽ കഴിച്ചിലാവുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഇടയിൽ ഇങ്ങോട്ട് കയറി കിട്ടിയാൽ അങ്ങനെയുള്ള കുറെ ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിട്ട് നരകത്തിന്റെ അവകാശികളുണ്ട്. അവരോടാണ് പറയുന്നത്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളെ, നരകത്തിന്റെ അവകാശികളെ, അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞവരെ ആട്ടി ഓടിക്കുകയാണ്. അള്ളാഹുവിന്റെ ആട്ടും തുപ്പും കേൾക്കുന്ന ദിവസമാണ് ഖിയാമത്ത് നാള്. ഇവിടെ ധിക്കരിച്ച് നടന്നവൻ, ഇവിടെ സത്യത്തെ നിഷേധിച്ചവൻ, ഇല്ലായ്മ കൊണ്ടവൻ നടന്നവൻ, അവനോടല്ല പറയുന്നു, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മാറി നിൽക്കട അവിടുന്ന്.
എങ്ങോട്ട് ഈ വരിയിൽ അങ്ങോട്ട് മാറി നിൽക്കുന്നത് മാത്രമല്ല, ഈ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പരിപാടിയുണ്ട്, മാറ്റി നിർത്തിയാൽ അവിടെ ഓലൊക്കെ കൂടി ഒരു കൂട്ടം കുത്തിയിരിക്കും, അവിടെ നിൽക്കാൻ സമ്മതിക്കൂല, ഒറ്റപ്പെടുത്തി നിർത്തുന്നു കാണാം. മുഫസ്സിരീങ്ങൾ പറയുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തും, ഒറ്റൊന്നിനെയും കൂടി പ്ലാൻ ചെയ്യാൻ പോലും അയക്കൂല, എല്ലാവരെയും ഒറ്റപ്പെടുത്തും. എന്നിട്ടോ അല്ലാഹ് പറയാണ്, അലം അഅഹദു ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നമ്മളെപ്പോഴും ഓതുന്ന ആയത്തുകളാണിത്. ഈ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് ഓതുമ്പോ വരണം. അലം അഅഹദു ഇലൈക്കും, അല്ലാഹ് ചോദിക്കാണ്, അല്ലയോ ധിക്കാരികളെ, നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകിയിട്ടില്ലേ? ആദം സന്തതികളെ, നിങ്ങൾക്ക് താക്കീത് നൽകിയില്ലേ? നിങ്ങൾക്ക് ദൂതന്മാരെ ഞാൻ അയച്ചു തന്നിട്ടില്ലേ? എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അല്ലാ തഅബുദുശ് ശൈത്താന, നിങ്ങൾ ഒരിക്കലും ശൈത്താനിനെ പിന്തുടർന്നു പോകരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ആ ശൈത്താനിന്റെ വഴികൾ, ഇബ്ലീസിന്റെ വഴികൾ എല്ലാം അത് പിഴച്ച വഴികളാണ്. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? മാത്രമല്ല വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, എന്നെ ആരാധിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരിന്റെ വഴി, നേരിന്റെ നീതിയുടെ ഞെറിയുടെ ന്യായത്തിന്റെ വഴി ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട വഴി എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? പക്ഷെ കേട്ടില്ലല്ലോ. നിങ്ങളന്ന് ശൈത്താനിനെ, ഇബ്ലീസിനെ പിന്തുടർന്നു. ഇബ്ലീസിന്റെ വഴിയാണ് ഭംഗി എന്ന് നിങ്ങൾക്ക് തോന്നി. ഈ വഴിയുടെ മധുരം നിങ്ങൾ നുകർന്നില്ല. അതുകൊണ്ട് മാറി നിൽക്ക്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഅഖിലൂൻ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് ഉമ്മത്തീങ്ങളുണ്ട്. ആ ഉമ്മത്തീങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാമായിരുന്നു. കഴിഞ്ഞുപോയ ആളുകൾ അവരെല്ലാവരും പിഴച്ചുപോയി, അതൊക്കെ നിങ്ങൾക്ക് പാഠമായിരുന്നു. അവസാനത്തെ ഉമ്മത്തായിട്ടാണ് ഈ ഉമ്മത്തിനാക്കിയത്. അവരുടെ ചരിത്രങ്ങളും കഥകളും എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാമായിരുന്നു സത്യത്തെ. പക്ഷേ അഫലം തകൂനൂ തഅഖിലൂൻ, നിങ്ങൾക്കുള്ള ബുദ്ധികൾ വെച്ച് ചിന്തിക്കുന്നവരായില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ആ ആഖിറത്തിൽ ഒരുമിച്ച് കൂടിയവരോട്, നരകത്തിന്റെ അവകാശികളോട്, ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഈ നരകം അത് നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ്. നിങ്ങളോട് ഞാൻ നേരത്തെ കരാർ ചെയ്ത, വാഗ്ദത്തം ചെയ്ത നരകം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഇമാം ഖുർത്തുബി പറയുന്നു, عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا كان يوم القيامة جمع الله الإنس والجن والأولين والآخرين في صعيد واحد ثم أشرف عنق من النار على الخلائق فأحاط بهم ثم يناديهم المناد هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون. മനുഷ്യനെയും ജിന്നിനെയും എല്ലാവരെയും നിരത്തി നിർത്തിയിട്ട് അല്ലാഹ് നരകത്തിന്റെ അവകാശികളോട് പറയാണ്, ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ നരകതാണ്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നിഷേധികളെ പെട്ടെന്നതിലേക്ക് പോവൂ, നിങ്ങൾ എത്രയും പെട്ടെന്നതിലേക്ക് ഒഴിവാക്കി വിടുകയാണ്, തള്ളി വിടുകയാണ്. യാ അല്ലാഹ് മഅദല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ആഖിറത്തിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ആരോടാ പരാതി പറയാനുള്ളത്? അതുകൊണ്ട് ഈ ജീവിതത്തിൽ പലതും ശരിയാണെന്നും സുഖമാണെന്നും അതാണ് ഒന്നുകൂടെ നല്ലതെന്നൊക്കെ തോന്നുന്ന വഴികൾ പലപ്പോഴും ഇബ്ലീസിന്റെ ശൈത്വാനിന്റെ വഴിയായി. അതുകൊണ്ട് ശൈത്വാനെ നിങ്ങൾ എങ്ങനെ കാണണമെന്നാ ഖുർആൻ പറഞ്ഞത്, ഫത്തഖിദൂഹു അദുവ്വാ, നിങ്ങൾ ശൈത്വാനിനെ നിങ്ങളുടെ ശത്രുവായിട്ടാണ് കാണേണ്ടത്, ശത്രുവായിട്ടാണ് കാണണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ശത്രു ആരാണ്? നിങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്ത മനുഷ്യനല്ല, നിങ്ങളോട് മിണ്ടാത്ത മനുഷ്യനല്ല. നിങ്ങൾ ഏറ്റവും ഒന്നാമതായി നിങ്ങളെ ശത്രുവായി കാണാൻ ഖുർആൻ പറഞ്ഞത് ഫത്തഖിദൂഹു അദുവ്വാ, ആ ശൈത്വാനിനെയാണ് നിങ്ങൾ ശത്രുവായി കാണുന്നത്. അപ്പൊ എല്ലാം മാറും.
ആ ശൈത്വാനെ നിങ്ങൾ പിന്തുടരുമ്പോഴാണ് മനുഷ്യരിൽ നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുന്നത്. ഒരു മനുഷ്യനെ നിങ്ങൾ ശത്രുവായി കാണുന്നത് ശൈത്താൻ നിങ്ങളെ പിഴപ്പിക്കുമ്പോഴാണ്. ആ മനുഷ്യനോട് നല്ല മനസ്സ് നിങ്ങൾക്ക് വരണമെങ്കിൽ ശൈത്താൻ നിങ്ങളെ പിന്നിൽ നിന്ന് മാറണം. ശൈത്താനിനെ നിങ്ങൾ പിന്തുടർന്നാൽ ശൈത്താൻ നിങ്ങളോട് പറയും, അവൻ ശരിയല്ല, അവനോട് മിണ്ടണ്ട, ഇവൻ ശരിയല്ല, ഇവനോട് പിണങ്ങി നടക്കണം, ഇവനോട് മിണ്ടിപ്പോകരുത്, ശൈത്താൻ പറയും. അതുകൊണ്ട് ആദ്യം ഈ ശൈത്താനിനെ ഖുർആൻ പറഞ്ഞ ഫത്തഖിദൂഹു അദുവ്വാ, ശൈത്താനിനെ നിങ്ങൾ ശത്രുവായിട്ടാണ് കണ്ടോ, അവനങ്ങ് മാറ്റിയെത്തിക്കോ. അപ്പൊ എല്ലാവരും നല്ലവരായിട്ട് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.